ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെരുമ്പാവൂർ വന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രമുഖ ഒരു അക്ഷരശ്ലോക സമിതിയുണ്ട്. പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയും മേദല അക്ഷരശ്ലോക സമിതിയും ചേർന്നിട്ട് അവർ നടത്തുന്ന ഒരു ചെറിയൊരു അക്ഷരശ്ലോക സദസ്സ് നമ്മളൊന്ന് കാണാൻ പോവാണ്. നമുക്കെന്തായാലും നമുക്കൊന്നവിടെ പോയി പരിചയപ്പെടാം, എല്ലാവരും പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതുള്ളതൊക്കെ നമുക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ വിജയലക്ഷ്മി, അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. മേഖലയാണ് താമസിക്കുന്നത്. ഞാൻ ഗീത, ഇവിടുത്തെ അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. മേഖല. ഞാൻ ജയ, അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. മേഖല. ഞാൻ രാജമ്മ, അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. മേഖല താമസിക്കുന്നത്. ഗോപിനാഥൻ 8-9 വർഷം 10-13 വർഷമായി അക്ഷരശ്ലോകം തുടങ്ങിയിട്ട് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും മുഴുവനായിട്ടില്ല. ഗോപി വലിയ പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയുടെ സെക്രട്ടറിയാണ്. ഞാൻ കൃഷ്ണകർത്ത, മേഖല അക്ഷരശ്ലോക സമിതിയിലെ. ഞാൻ സുബ്രഹ്മണ്യൻ പോറ്റി, പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയുടെ മെമ്പർ. ഞാൻ പൊന്നമ്മ, പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. ഞാൻ സരസ്വതി, പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. മേഖല. ഞാൻ മിനി, മേഖല, അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. ഞാൻ വനജ, പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. എൻ്റെ പേര് തങ്കം, ഞാൻ പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയുടെ അംഗമാണ്. ഞാൻ ബിന്ദു, പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയിലെ അംഗമാണ്. ഞാൻ ദേവകി ദേവി, മൂലേരി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. പെരുമ്പാവൂർ അക്ഷരശ്ലോക സമിതിയിലെ ഒരു അംഗമാണ്. വിദ്യ, നവോദയ അക്ഷരശ്ലോക സമിതിയിലെ ഏഴാമത്തെ. രേഖ, നവോദയ അക്ഷരശ്ലോക സമിതി ചെല്ലാമറ്റം. ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്ന അക്ഷരശ്ലോകത്തിലാണെന്ന് സംശയമില്ലല്ലോ. എന്താണ് അക്ഷരശ്ലോകം എന്നതിനെക്കുറിച്ച് സാമാന്യബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്ഷരശ്ലോകത്തിൽ നമ്മൾ സംസ്കൃത വൃത്തത്തിലുള്ളതാണ്. സാർ വൃത്തത്തെക്കുറിച്ച് പറഞ്ഞു. സംസ്കൃത വൃത്തത്തിലുള്ള 4 വരിയിൽ അവസാനിക്കുന്ന പദ്യശകലങ്ങളാണ് ശ്ലോകങ്ങൾ. പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന 4 വരിയിൽ അത് സംസ്കൃത വൃത്തത്തിലായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ചൊല്ലുന്നത് ഓരോ ശ്ലോകത്തിൻ്റെയും ഒരാൾ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ 3-ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം ചേർത്ത് വേണം അടുത്തയാൾ ചൊല്ലാൻ. ഇതാണ് അതിൻ്റെ ചൊല്ലുന്നതിൻ്റെ ക്രമം. മറ്റൊരു കാര്യം, സാധാരണ ശ്ലോക സദസ്സുകളിൽ ആദ്യത്തെ റൗണ്ട് വന്ദന ശ്ലോകങ്ങളായിരിക്കും. അതിന് അക്ഷരക്രമം നോക്കേണ്ടതില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അത്ര മതി. അർത്ഥം സുസ്പഷ്ടമായിടണം, അതിനനുസൃതമാം ശബ്ദ സൗന്ദര്യവും വൃത്തം മാറാതെ വേണം. മൃദുല മധുരമാം നാദ ഉച്ചത്തിൽ വേണം. ആ താനന്ദം ശ്രവിപ്പോർ കഥകളിൽ ഉദിക്കണം. ഇത്യാദിയെല്ലാം ഒത്തിയിടും മട്ടു ചൊല്ലിയിടണം എവനും. അതാണ് അക്ഷരശ്ലോകധർമ്മം. സിയ എത്രല്ല പഠിക്കണേ? 1ാം ക്ലാസ്സിലാ? നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ നരനെന്ന് പ്രാർത്ഥനോടക്കായി കരിക്കെത്തിയ വേടൻ കൂടെ വിരാതം കേടം
അർത്ഥം ചെയ്യും പദം പോൽ ജനകജനനിമാകെ പെരുങ്കാതവ്യർത്ഥം വീശിവെല്ലെ കുളിരുവിതറുമാപമ്പരം വാരണാസ്യനി അർത്ഥം ശോഷിച്ചുഴിയിലുഴലുമിൻ നാലിനെ കെട്ടനിക്കും നൽകുന്നേക്കും രാധക്കൊടുക്കി മുറിയാക്കുന്നതും വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി ജഗദാദേവി ജഗപ്രിയേ വാണി ദോഷമശേഷമാശുകരവാൻ എന്നാമിലാത്തരം വാണിയിലേണീരുന്നോകാമ്പിലേ കയ്യാൽ തുരത്തിയിടുപനിരയഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടു നിന്നു വൈപാലട പഴമവിലും വെച്ചു സേവിച്ചു നിൽക്കെ മുമ്പിൽ ഗന്ധർവയക്ഷ പ്രകൃതികയും പൊഴിയുന്നക്ഷര ശ്ലോകവും കേട്ടമ്പോടുന്നാലെ കണ്ണാലസ ജഗനമുടുമേവും ദിക്കണേശൻ ദേവി സരസേരുഹാത്മജേ നാദരൂപിണി സരസ്വതീ നമ മോദമോടെ മമ നാവിൽ വന്നു നീ സാധനിന്നിടയാടണം സദാ വാണീദേവി സരസ്വതി വിഭൂമി ചേരാങ്ങണഞ്ഞിടണേ വീണാവാണിവിലാസിനി മനമിതിൽ വാണിയിടുന്നമ്മേ ശിവേ വാണിയിടേണം മനുക്ഷണം വിരവൊഴെന്നാവിൽ വിരൽത്തുമ്പിലും വീഴാൻ പരപങ്കജം തരികനി വാഗ്വൈഭവേ കുമ്പിടാം കാണും മോദേന കണ്ടച്ചിടയുന്നു മകരക്കുഞ്ഞു ഒന്നിച്ചൊരു നാൾ മേടിച്ചും കൊണ്ടിരിക്കുന്നവർ അരികിലണഞ്ഞിട്ട് ശാഠ്യം പിടിച്ച് ചീടന്നച്ഛൻ്റെ മെച്ചങ്കടവിലകടയിൽ ചന്ദ്രനെ കണ്ട് തേങ്ങാക്കൂടും നോട്ടിട്ടു നീട്ടിയിടിന കരുവലന തുമ്പി വാക്യം തരട്ടെ ായി നരസിംഹവാഹനമൂർത്തിയായി വത്സരപ്രിയരാമനായി ശ്രീരാമനായി ബലരാമനായി ഉത്സവത്തിനു കൃഷ്ണനായി കളിമത്സരത്തിനു ഭക്തിയായി ചിസുഖം തരുമെന്റെ കൃഷ്ണ അമാഞ്ജലീലകളസുതം രണ്ടും പിണച്ചാത്തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചു തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമക പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ കൃതി കളിയാടിയിടുവാൻ കൈതൊടുന്നേൻ വാണിമാതിനുടെ വീണമീട്ടിയൊരു ചേണരും മധുരരംഗമായി ഈണമായി കവനമായി സദാവീ മൃദു ശീതളാനില സമാനമായി പ്രാണനാദമൊടു ചേർന്ന് നിൽക്ക ഉടൻ വിട്ടുപോമരയുമെന്നെ നിൻ പ്രാണസന്നിഭമണയ്ക്ക നിന്റെ തിരുമാവിലാഗ്രതയോടെന്നുമേ പാടാതെ മറ്റൊന്നിലും മേടിക്കാതഴകിൻ തനി കവിതയം തേനുവാൻ കേളിപ്പെട്ടൊരു പേരളപ്രകൃതിയം പൂങ്കാവിലൊങ്കാരവും മൂളിക്കൊണ്ട വിരാമനായ അണയുമൻ നന്മക്ഷികേ സ്വസ്തിതേ അമ്പതിൽ പരമഹാക്ഷരങ്ങൾ ഒരുമിച്ചു ചേർപ്പതിരുമെയ്യിതാ തമ്പുരാട്ടി വിലസും വിലതി വന്ന ശോഭമതിഭാസുരം
കമ്പോട് പൂക്കും പുതുമലയിലെത്തുന്ന പൂന്തേ കുഴമ്പേ ചെമ്പൊൽത്താർ വാണടമ്പ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തി കുമ്പിടുന്നേ കഴലിനം വലയാധീശ്വരി വിശ്വനാഥേ അക്ഷരത്തിൻ പൊന്തിരകളിലുതിരും നാദവേദാർത്ഥമാല സമ്പത്തും സംഭവിക്കും തവ വിജയുകളത്തുമ്പിലെ ക്ഷീരതീർത്ഥം അൻപാർന്നിനുള്ളിലൂറും കളമൃപദമായി താളം ഭാവമായി രാഗമായി തീർന്നിൻ ഭക്തി കാവ്യജങ്കായമുലകളൊഴുകാനമ്പ കണ്ടു നീട്ടു അൻപത്തൊന്നക്ഷരത്തേൻ മധുരിമനിറയും ആശാസമ്പത്തായി ദേവവാണി വലനിരയൊരു കാവ്യസാഹിത്യത്തിർക്കും കാമ്പേറും ശോകരാജി രവിദർശിബോധാർത്ഥ ആരോപകാരം കാന്തി ചിന്തു മരമൊഴി വലയാധീശ്വരി സർപ്രസാദം ആരെ പൂജിച്ചു ദേവാസുര നരനികരം നല്ല കാര്യങ്ങളോരോന്നാരംഭിച്ച് തടസ്സം സകല മകരുവാൻ താടിലെന്നാശ്രയിക്കൂ ആ വിഘ്നേശൻ ഗജാസിൻ നിജ കരകലശം തെറ്റുചാച്ചൻ പൊടിപ്പിച്ചാവൂ തെറ്റൊന്നു പറ്റാതവിരതകൻ ശോകമോതുന്ന നാവിൽ നീവന്നൻ ഹൃദയച്ചവീനതൊടുമോ നാദാമൃതം പെയ്യുമോ നാവിൻ തുമ്പിലൊരിച്ചു തെന്തടവുമോ കവ്യങ്കിമുഖമിലേ ദേവി എന്റെ കരം പിടിച്ചൊരു വരിക്കവ്യം രചിപ്പിക്കുമോ ശ്രീവിദ്യേ ശ്രുതിഗാനലോലരസികേ പാദപത്മം തൊഴാം ദാനത്തെ ചെയ്യുമെങ്കിലും തെളിവിനുള്ള അഭിലാഷങ്ങൾ ഓതിയിടുവൻ ഞാൻ മാനത്തെങ്ങും മഴക്കാറൊരു കടുസദൃശം പോലും ഉണ്ടായിടില്ല വേനൽക്കാലത്തെ പോലെ വരണം അധികവും വെയിലും ഉണ്ടായി വരണം മാനിക്കേണം മയോധൻ മാനിക്കേണം മഹിമയും വീണം മുഴുന്നു കൂട്ടം വരികടി വരിയുന്നുവാൻ തിന്നു തുപ്പാൻ പാണപ്പെണ്ണി സുഗന്ധപ്പൊരി കൊടയനി 3 പേരെ തരേണം ക്ഷീണം തീർക്കാൻ കിടക്കം പെരമുണു ചുമലത്തേറ്റണം നല്ല ഇട്ടിത്തൂണഞ്ചും വേറെ നാലാൾ വരരുചി വരനായി വന്നു നിന്നാശ്രമത്തിൽ ക്ഷിപ്രപ്രസാദി ഭഗവൻ ഗണനായകോമേ വിഘ്നങ്ങൾ ഏതു വിടയാടുക സർവകാലം സർവത്ര കാരണി സരസ്വതി ദേവി വന്നൻ നാവിൽ കളിക്ക കുമുദേഷു നിലാവു പോലെ സൽപാത്രത്തിലൊഴിച്ചതില്ലൊരു കവിത്തോയം ഒരു ശ്രീപദ കൊൽപ്പൂവൊന്നു തലോടിയില്ല സഹയേ ചെയ്തില്ല സന്ധ്യാർച്ചനം കേൾപ്പേറും യമരാജവിദ്ദരകര വ്യാപാരഘോരാമയം നിപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലം മേ പരം മേ ഭയം ഒളിപ്പിച്ചു കൊങ്കക്കണ്ണും കൈകൊണ്ടു നെറ്റി ജനനിയുടെ മുലപ്പന്തുമെല്ലെ പിറുക്കി കണ്ണൻ കൊഞ്ചിക്കുഴഞ്ഞവൾ മടിയിൽ ഒതുങ്ങിക്കിടന്നൽപ്പമോട്ട കണ്ണേപ്പിക്കും നറുമ്പാലുടമതിനു കണക്കെന്നിയേ കൈതൊഴുന്നേ ആരണ്യമുണ്ടലരഘരോദരവസ്ഥാനങ്ങളിൽ സൈന്യവോദാരക്ഷ്യാമനോപിരാമദേശങ്ങളിൽ ആനന്ദമുഖവിപ്രപഞ്ചപരിണാമോഭിന്ന സർഗക്രിയാധാരം തേടിയതും പഞ്ചവരിലെ ചൈതന്യം ദർശനം
വിപുസമൂഹത്തിന്നഹോ ഭീഷണം വൈവാൻ വെണ്ണതയിർക്കു മോഷണമതിക്രൂരാത്മനാം വേഷണം വൻപാപത്തിനു ശോഷണം വനിതമാർക്കാനന്ദ സംഭോഷണം നിംപാദം അതിദൂഷണം ഹരതുമേ മഞ്ജീര സംഘോഷണം വീടം സകലകലയും വൈഭവം കൊണ്ടൊരാൾ കൈവന്നു വാണി ഗുണത്താലവരെ മധുരജ്ഞാനവീട പ്രസാദം അന്നൂറേ തായ്മൊഴി തൂമിഴികളിൽ അഭിമാനാത്ഭുതാഹ്ലാദീർമു ഇന്നൂറേ കൈകളിൽ കൈത്തിരിയതിഹിതം കേഴുകൻ കേരളാംബേ ആകാശങ്ങളെയന്തരാശികളോടും ഭക്ഷിക്കും ആകാശമായി ഇക്കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടക്കും പ്രഭാസാരമായി ശോകാശങ്കയിഴത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാമേകാന്തദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ. വീണ്ടും രാഗത്തിൽ ചൊല്ലുവാനുള്ളൊരു സുഖം ഇവയെന്നെന്റെ ദൗർബല്യമായി സ്വാഗം ചെന്ന സദസ്സിലുള്ള സഭയിൽ ചെന്നെത്തി കലുഷമാകൾ പാതിമെയ്യപഹരിച്ചു പത്നി മറുപാതി വിഷ്ണുവുമെടുക്കയാൽ ഭൂതിയൊക്കെയവരോട് ചേർന്നതു നിമിത്തമെത്രയുമസംഗനായി തിങ്കൽക്കല പൊട്ടു തൊട്ട അവൾ ശൈലാക്യ സിംഗത്തിൽ വെൺകൊറ്റ പൂക്കുട പോലെ വിടർന്നു തൽക്കാലത്തെ വികാരമങ്ങനെ നിലയ്ക്കാം ഒട്ടു ചെന്ന കിടന്നേക്കാം തൃപ്തിയകന്നിടം മറക്കാം സ്വയം താരിത്തന്മീകടക്ഷഞ്ജല മധുബകുലാരാമ രാമാജനാനാം നിരിത്താകാം വൈയാകര നികര തമോ മണ്ഡലീചണ്ഡഭാനോ നേരത്താതോരു നീയന്തൊഴുകുളികളെയായിരുന്നു യശാ കുടിക്കും നേരത്തിൻ്റെ പുറം വിക്രമ